Assalamu alaikum warahmatullah. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലെറ്റ്സ് ലേൺ ടുഗദർ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ 4th യൂണിറ്റാണ്. 4th യൂണിറ്റിൽ ഏതെല്ലാം പാഠങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും റെഡിയല്ലേ? എങ്കിൽ നമുക്ക് തുടങ്ങാം. നമ്മുടെ പാഠത്തിൻ്റെ പേരെന്താണ്? അൽ വഹ്ദത്തുർ റാബിഅ ആലമുത് തുയൂർ. ആലമുത് തുയൂർ എന്ന് പറഞ്ഞാൽ പക്ഷികളുടെ ലോകം. ആലം ലോകം, അത്തുയൂർ ബേർഡ്സ്. ഏതൊക്കെ പാഠങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്? ഈ യൂണിറ്റിൽ 4 പാഠങ്ങളാണ് പഠിക്കാനുള്ളത്. അവ്വൽ തൊയ്യാറിൻ ഫി താരീഖ്, പിന്നെയോ അഖൂമു ബിവാജിബി, അത്വാഇറു സഹീനുൻ. അങ്ങനെ 3 പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. എങ്കിൽ നമുക്ക് 1ാമത്തെ പാഠം നോക്കാം. എല്ലാവരും ഈ ചിത്രം നോക്കിക്കേ. എന്താണ് കാണുന്നത്? കുറേ പക്ഷികളുണ്ടല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും പക്ഷിയെ ഇഷ്ടമാണോ? എങ്കിൽ ഇവിടെ നോക്കിയിട്ട് നിങ്ങൾക്കറിയാവുന്ന പക്ഷികളുടെ പേരെല്ലാം എഴുതിക്കേ. കേരളത്തിലെ ബേർഡ് സാങ്ച്വറി എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? മഹ്മിയത്തു തുയൂർ എന്ന് വെച്ചാൽ ബേർഡ് സാങ്ച്വറി. അപ്പം നമ്മുടെ കേരളത്തിൽ എവിടേക്കാണ് ബേർഡ് സാങ്ച്വറി ഉള്ളത്? നിങ്ങൾക്കറിയാവുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. ഒന്ന് കടലുണ്ടി ഉണ്ടല്ലേ, പിന്നെയോ തട്ടേക്കാടുണ്ട്. ഇനിയുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾ നോക്കി കണ്ടെത്തിക്കേ. എങ്കിൽ ഇന്ത്യയിൽ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആളെ നിങ്ങൾക്കറിയാമോ? ഡോക്ടർ സാലിം അലിയാണ്. അദ്ദേഹമാണ് ദ ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. അദ്ദേഹം പക്ഷികളെ പറ്റി ഒരു സർവേ നടത്താനോ അത്തരം ഡീറ്റെയിൽഡ് സ്റ്റഡീസിലേക്ക് മുന്നിട്ടിറങ്ങിയത് അദ്ദേഹമാണ്. അപ്പം നമ്മൾ അവരെ പോലെയുള്ളവരെ, പ്രശസ്തരായവരൊക്കെ അറിഞ്ഞു വെക്കുന്നത് നല്ലതല്ലേ. വായനാ ദിനത്തോടനുബന്ധിച്ച് സ്കൂളിൽ ഒരു സെമിനാർ നടക്കുകയാണ്. അവിടെ വെച്ച് ഹെഡ് മാസ്റ്റർ സ്കൂളിൽ പുതിയ ഒരാളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ആരെ പറ്റിയാണ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്? ഒരു പ്രശസ്തനായ ആളാണ്. നമുക്ക് അവസാനം നോക്കാം ആരെ പറ്റിയാണ് പറഞ്ഞതെന്ന്. അങ്ങനെ അദ്ദേഹത്തെ പറ്റിയുള്ള കഥയെല്ലാം കേട്ട് റഷാദ് അവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലെത്തിയിട്ട് അവൻ അവൻ്റെ ഉപ്പയോട് ചോദിച്ചു, ആരാണ് ഇദ്ദേഹം? ഇദ്ദേഹത്തെ പറ്റി കൂടുതൽ അറിയാൻ അവന് താല്പര്യപ്പെട്ടു. അങ്ങനെ അന്നേരം അവൻ്റെ ഉപ്പ പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്. എങ്കിൽ നമുക്ക് വായിച്ചാലോ? അവ്വൽ തൊയ്യാരിൻ ഫി താരീഖ്. അവ്വൽ എന്ന് വെച്ചാൽ എന്താണ്? ആദ്യത്തെ. അവ്വൽ തൊയ്യാരിൻ, തൊയ്യാർ എന്ന് വെച്ചാൽ പൈലറ്റ്. അവ്വൽ തൊയ്യാരിൻ ഫി താരീഖ്, ചരിത്രത്തിലെ ആദ്യത്തെ പൈലറ്റ്. അദ്ദേഹത്തെ പറ്റിയാണല്ലേ അപ്പം നമുക്ക് പഠിക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അറിയുന്നവരും ഉണ്ടാകാമല്ലേ. എങ്കിൽ നമുക്ക് അവസാനം നോക്കാം ആരാണ് അദ്ദേഹം. എങ്കിൽ നമുക്ക് വായിച്ചാലോ? അവ്വൽ തൊയ്യാരിൻ ഫി താരീഖ്, ചരിത്രത്തിലെ ആദ്യത്തെ പൈലറ്റ്. ഖബ്ല അൽഫി സനത്തിൻ ആശ റജുലുൻ ഫി ഉന്ദുലുസി. ഖബ്ല അൽഫ സനത്തിൻ, 1000 വർഷങ്ങൾക്ക് മുൻപ്, ആശ റജുലുൻ ഫിൽ ഉന്ദുലുസി, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പുരുഷൻ ഉന്ദുലുസിൽ ജീവിച്ചിരുന്നു. ഉന്ദുലുസ് എന്ന് പറയുന്നത് ഒരു ദൂരെയുള്ള ഒരു രാജ്യമാണ്. ഉന്ദുലുസ് എന്ന് വെച്ചാൽ സ്പെയിനിൽ ഒരാൾ ജീവിച്ചിരുന്നു. യുഹിബ്ബു തുയൂറ ഹുബ്ബൻ ജമ്മ, അദ്ദേഹം പക്ഷികളെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. യസ്തൈഖിളു മിനൻ നൗമി മുസ്തമിഅൻ ഇല അസ്വാതി തുയൂർ. യസ്തൈഖിളു മിനൻ നൗമി, നൗം എന്ന് വെച്ചാൽ എന്താണ്? ഉറക്കം. അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് തന്നെ പക്ഷികളുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടാണ്. മുസ്തമിഉനില അസ്വാതി തുയൂർ, പക്ഷികളുടെ കളകളാരവം ശ്രദ്ധിച്ചുകൊണ്ടാണ് അദ്ദേഹം ഉണരുന്നത് തന്നെ. അൽഹാനുഹ അദബത്തുൻ ജമീല, എങ്ങനെയുള്ളതാണ് പക്ഷികളുടെ ശബ്ദം? വളരെ രസമുള്ളതാണല്ലേ, കേൾക്കാൻ നല്ല ഇമ്പമുള്ളതാണ്. യംഷി ഹാദർ റജുലു ബൈന അൻഹാരി വൽ അഷ്ജാരി യുറാഖിബു തുയൂറ വയതമത്തഉ ബിഅൽവാനിഹ അർറായിഅ വഅഗ്നിയതിഹ അൽജാദബ. ഹാദർ യംഷി, അദ്ദേഹം നടക്കുന്നു. ഹാദർ റജുൽ, ആരാണ്? ഈ അവ്വൽ തൊയ്യാർ നടക്കുന്നു. ബൈനൽ അൻഹാരി, പുഴകൾക്കിടയിലൂടെ, വൽ അഷ്ജാരി, മരങ്ങൾക്കിടയിലൂടെ, യുറാഖിബു തുയൂറ, പക്ഷികളെ നിരീക്ഷിച്ചുകൊണ്ട്, വയതമത്തഉ ബിഅൽവാനിഹ, അദ്ദേഹം അതിൻ്റെ നിറങ്ങളെല്ലാം ആസ്വദിച്ച്, വഅഗ്നിയതിഹ അൽജാദബ, അവയുടെ ശബ്ദങ്ങളൊക്കെ ശ്രവിച്ച് അദ്ദേഹം അങ്ങനെ ആസ്വദിച്ച് അവയെ നിരീക്ഷിച്ച് നടക്കലാണ് അദ്ദേഹത്തിൻ്റെ പണി. ഹൽ തുഹിബൂന തുയൂറു,
നിങ്ങൾക്ക് എല്ലാവർക്കും പക്ഷികളെ ഇഷ്ടമാണോ? ആരെങ്കിലും പക്ഷികളെ ഇഷ്ടമില്ലാത്തവരുണ്ടോ? എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ട് ഏതെങ്കിലുമൊക്കെ ബേർഡ്സ് ഉണ്ടാകുമല്ലേ? കൈഫ അസ്വാത്തു തുയൂർ, എങ്ങനെയാണ് പക്ഷികളുടെ ശബ്ദമൊക്കെ? നിങ്ങൾക്കറിയാവുന്ന പക്ഷികളുടെ ശബ്ദങ്ങളൊക്കെ ഒന്ന് അനുകരിച്ച് കാണിച്ചേ. എല്ലാവർക്കും ഏത് പക്ഷിയുടെ ശബ്ദം അറിയില്ലെങ്കിലും കാക്കയുടെ ശബ്ദം എല്ലാവർക്കും അറിയുമല്ലേ? കുയിലിൻ്റെതും അറിയും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന പക്ഷികളുടെ പേരും അവയുടെ ശബ്ദങ്ങളും ഒക്കെ ഒന്ന് എല്ലാവരും പറഞ്ഞേ. അയ്യോ ത്വായിരിൻ യുഅ്ജിബുക അക്സർ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പക്ഷി ഏതാണ്? അവയുടെ പേരൊന്ന് എല്ലാവരും അറബിയിൽ കണ്ടെത്തി നോട്ടിൽ എഴുതിക്കേ. ഇനി നമുക്ക് ബാക്കി വായിച്ചു നോക്കാം. എല്ലാവർക്കും ഇതുവരെ എടുത്ത ഭാഗങ്ങൾ മനസ്സിലായില്ലേ? നശഅ അർറജുലു മഅ റഗ്ബതിഹി ഫി തുയൂരി ഖളാ വഖ്തൻ തവീലൻ ഫി ദിറാസതി ത്വയ്റാനി അത്തുയൂരി. നശഅ, അദ്ദേഹം വളർന്നു. നശഅ അർറജുലു, അദ്ദേഹം വളർന്നു. മഅ റഗ്ബതിഹി ഫി തുയൂർ, പക്ഷികളോടുള്ള അതിയായ താല്പര്യത്തോടു കൂടി അദ്ദേഹം വളർന്നു. ഖളാ വഖ്തൻ തവീലൻ, അദ്ദേഹം ഒരുപാട് സമയം ചിലവഴിച്ചു. ഫി ദിറാസതി ത്വയ്റാനി തുയൂർ, പക്ഷികളുടെ പറക്കലിനെ പറ്റിയും പക്ഷികളെ പറ്റിയുമൊക്കെ അദ്ദേഹം പഠിച്ച് കുറേ സമയം അതിൽ ചിലവഴിച്ചു. വഫഹിമ തെർക്കീബ ജിസ്മി തുയൂർ, അങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലായി. തെർക്കീബ ജിസ്മി തുയൂർ, പക്ഷികളുടെ ശരീരഘടന അദ്ദേഹത്തിന് മനസ്സിലായി. അതിറക്ക കൈഫിയത്തി ത്വയ്റാനി, അതിറക്ക, അദ്ദേഹം മനസ്സിലാക്കി. കൈഫിയത്തി ത്വയ്റാനി, എങ്ങനെയാണ് അവ പറക്കുന്നതെന്ന്. ഹാവല അൻ യഖ്തരിഅ അദാതൻ ലി ത്വയ്റാനി, ഹാവല, അദ്ദേഹം ശ്രമിച്ചു. അൻ യഖ്തരിഅ, കണ്ടെത്താൻ. അദാത ലി ത്വയ്റാനി, പറക്കുവാൻ വേണ്ടിയുള്ള ഒരു ടൂള് അല്ലെങ്കിൽ ഒരു മെഷീൻ കണ്ടെത്താൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. ذات يوم, ഒരു ദിവസം, غطى هذا الرجل جسمه بريش النسور. ذات يوم, ഒരു ദിവസം, غطى, അദ്ദേഹം മറച്ചു, കവർ ചെയ്തു. هذا الرجل جسمه, അദ്ദേഹത്തിൻ്റെ ശരീരം ഒരു ദിവസം അദ്ദേഹം മറച്ചു. എന്തുകൊണ്ട്? ബിരീഷ് നുസൂർ, വലിയ കഴുകിൻ്റെ തൂവൽ കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ മറച്ചു. വജഅല ലിനഫ്സിഹി ജനാഹൈനി, അദ്ദേഹത്തിന് 2 ചിറകുകൾ അദ്ദേഹം തന്നെ നൽകി. വശദ്ദഹുമ ബിജിസ്മിഹി, അദ്ദേഹം അത് വെച്ച് പറന്നു. സുമ്മ സഅദ മകാനൻ ആലിയൻ ഫി മദീനത്തി ഖുർത്തുബ, അങ്ങനെ അദ്ദേഹം നുസൂറിൻ്റെ ചിറകുകൾ വെച്ച് പറന്നുകൊണ്ട് ഉയരമുള്ള ഒരു സ്ഥലത്ത് അദ്ദേഹം കയറിയിരുന്നു. സുമ്മ സഅദ മകാനൻ, ഒരു സ്ഥലത്ത് കയറി. ആലിയൻ, നല്ല ഉയരമുള്ള ഒരു സ്ഥലത്ത് അദ്ദേഹം കയറി. ഫി മദീനത്തി ഖുർത്തുബ, ഖുർത്തുബ പട്ടണത്തിലെ ഏറ്റവും ഉയരമുള്ള ഒരു സ്ഥലത്ത് അദ്ദേഹം ഈ പക്ഷിയുടെ ചിറക് വെച്ച് പറന്നെത്തി. ഫീമ ഖളാ അർറജുൽ വഖ്തൻ തവീലൻ, എന്തിനാണ് അദ്ദേഹം ഒരുപാട് സമയം ചിലവഴിച്ചത്? ഖളാ വഖ്തൻ തവീലൻ ഫി ദിറാസതി ത്വയ്റാനി തുയൂരി, അദ്ദേഹം പക്ഷികളെ പറ്റിയുള്ള പഠനത്തിലായിരുന്നല്ലേ ഒരുപാട് സമയം ചിലവഴിച്ചത്. ലിമ സഅദ റജുലുൽ മകാനിൽ ആലി, എന്തുകൊണ്ടാണ് അദ്ദേഹം നല്ല ഉയരമുള്ള സ്ഥലത്ത് കയറിയത്? അദ്ദേഹം ആ പക്ഷിയുടെ ചിറക് വെച്ചാണല്ലേ ഉയരത്തിലെത്തിയത്. നിങ്ങൾ ഈ ചിത്രം നോക്കിക്കേ. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ അദ്ദേഹം പറന്നുയർന്ന് ഖുർത്തുബ പട്ടണത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലത്താണ് കയറിയിരുന്നത്. നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ ഇത് കണ്ടിട്ട്? ഇനി എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. ഇസ്ദഹമ അന്നാസു ഫീ മദീനത്തി ഖുർത്തുബ, ഇസ്ദഹമ, ആളുകൾ തടിച്ചുകൂടി, ആളുകൾ ഒരുമിച്ച് കൂടി. ഇങ്ങനെ ഒരു വലിയ സംഭവം നടന്ന എല്ലാവരും ആകാംക്ഷയോടെ വന്നു നോക്കുമല്ലേ. ഇസ്ദഹമ അന്നാസു, ആളുകൾ ഒരുമിച്ച് കൂടി. ഫീ മദീനത്തി ഖുർത്തുബ, ഖുർത്തുബ പട്ടണത്തിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി. ഷാഹദു ത്വയ്റാന റജുലി ബികുല്ലി ഷൗഖിൻ, ഷാഹദു, അവരെല്ലാവരും കണ്ടു. ത്വയ്റാന റജുൽ, ഈ പക്ഷി മനുഷ്യനെ എല്ലാവരും കണ്ടു. ബികുല്ലി ഷൗഖിൻ, നല്ല ആഗ്രഹത്തോടെ അല്ലെങ്കിൽ അത്ഭുതത്തോടെ അവരെല്ലാവരും നോക്കിക്കണ്ടു. ഖഫസ റജുലു ഫിൽ ജവ്വി വർതഫഅ ഖലീലൻ, ഖഫസ റജുലു, അദ്ദേഹം ചാടി. ഫിൽ ജവ്വി, അന്തരീക്ഷത്തിലേക്ക്, ആ ഉയർന്ന സ്ഥലത്ത് നിന്ന് അദ്ദേഹം ചാടി. വർതഫഅ ഖലീലൻ, അദ്ദേഹം കുറച്ചുയർന്നു. അങ്ങനെ ചാടി പറന്നപ്പോൾ അദ്ദേഹം കുറച്ചുയർന്നു. ത്വാറ മിഅത ഖദമിൻ ഫൗഖ സതഹിൽ അർളി, ത്വാറ, അദ്ദേഹം പറന്നു. മിഅത ഖദമിൻ, 100 അടി അദ്ദേഹം ഉയർന്നു. ഫൗഖ സതഹിൽ അർളി, ഭൂമിയിൽ നിന്ന് 100 അടി ഉയരത്തിലാണ് അദ്ദേഹം പറന്നത്. സുമ്മ സഖത അലൽ അർളി, എന്നിട്ട്
എന്നിട്ട് അദ്ദേഹം ഭൂമിയിലേക്ക് തന്നെ വീണു. വലം യസ്തതിഉൽ ഹുബൂത ബിശക്ലിൻ സലീമിൻ. വലം യസ്തതിഅ, അദ്ദേഹത്തിന് സാധിച്ചില്ല, അൽ ഹുബൂത ബിശക്ലിൻ സലീമിൻ, നല്ല രീതിയിൽ ഭൂമിയിൽ പക്ഷികളൊക്കെ ലാൻഡ് ചെയ്ത് വന്ന് നിൽക്കുന്ന പോലെ നിൽക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഉസീബ ബിൽ ജുറൂഹി വൽ കുസൂരി. ഉസീബ, അദ്ദേഹത്തിന് ബാധിച്ചു, ബിൽ ജുറൂഹി, മുറിവുകളും, വൽ കുസൂർ, ഒടിവുകളും, അദ്ദേഹത്തിന് സാരമായ പരിക്കേറ്റു അങ്ങനെ വന്ന് നിന്നപ്പോൾ. ബഅദ ഹാദിഹിൽ ഹാദിസ, ഈ സംഭവത്തിന് ശേഷം, റാഖബ ഹുബൂത ത്വാഇരി വഅലിമ അന്ന ത്വാഇറ യഅ്തമിദു അല ദൈലി ഇൻദൽ ഹുബൂതി. റാഖബ ഹുബൂത ത്വാഇരി, എങ്ങനെയാണ് പക്ഷികൾ ഒരു സ്ഥലത്ത് നിൽക്കുന്നത്, അവ എങ്ങനെയാണ് ലാൻഡ് ചെയ്യുന്നതെന്ന് അദ്ദേഹം ശ്രദ്ധിച്ചു. വഅലിമ അന്ന ത്വാഇറ, വഅലിമ, അദ്ദേഹം മനസ്സിലാക്കി, അന്ന ത്വാഇറ, പക്ഷികൾ, യഅ്തമിദു അല ദൈലി ഇൻദൽ ഹുബൂതി, പക്ഷികൾ അവയുടെ വാലാണ് ലാൻഡ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അപ്പോൾ അവ വാലുപയോഗിച്ചാണ് ലാൻഡ് ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. സജ്ജല താരീഖു ഖിസ്സത്തുഹു അവ്വല തജ്രിബത്തിൻ ലിത്തൊയ്റാനി. സജ്ജല താരീഖു, ചരിത്രം രേഖപ്പെടുത്തി, ഖിസ്സത്തുഹു, അദ്ദേഹത്തിൻ്റെ കഥ, ആദ്യത്തെ ഫ്ലൈയിങ് എക്സ്പീരിയൻസ് അദ്ദേഹത്തിൻ്റെതായിട്ട് ചരിത്രം രേഖപ്പെടുത്തി. തജ്രിബത്ത് ത്വയ്റാൻ, ഫ്ലൈയിങ് എക്സ്പീരിയൻസ്. എല്ലാവരും അടുത്ത ആക്ടിവിറ്റി നോക്കിക്കേ. നുറത്തിബു തസ്രീഹാത്തി ഹസ്ബ മഅനി അന്നസ്വി. കഥയുടെ ആശയങ്ങൾക്കനുസരിച്ച് ഇവിടെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓർഡർ ആക്കാനാണ്. അപ്പം നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റും വായിച്ച് ഓർഡർ ആക്കാം. ഖഫസ റജുലു ഫിൽ ജൗവി വർത്തഫഅ ഖലീലൻ. അദ്ദേഹം വായുവിലേക്ക് ചാടി കുറച്ചുയർന്നു. ഖള വഖ്തൻ തവീലൻ ഫി ദിറാസത്തി ത്വയ്റാനി തുയൂർ. ഒരുപാട് നേരം അദ്ദേഹം പക്ഷികളെ പറ്റി പഠിക്കാൻ വേണ്ടി ചിലവാക്കി. സഖത അലൽ അർളി. അദ്ദേഹം ഭൂമിയിലേക്ക് വീണു. ഉസീബ ബിൽ ജുറൂഹി വൽ കുസൂരി. അദ്ദേഹത്തിന് ധാരാളം മുറിവുകളും ഒടിവുകളും ഒക്കെ ഉണ്ടായി. ആഷ റജുലുൻ ഫിൽ ഉന്ദുലുസി. ഉന്ദുലുസിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. സഅദ മകാനൻ അലിയൻ ഫി മദീനത്തി കുർത്തുബ. കോർഡോവയിലെ കുർത്തുബ പട്ടണത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് അദ്ദേഹം കയറിയിരുന്നു. ഈ സെൻറ്റൻസ് ഒന്നും എല്ലാവരും കഥയുടെ അടിസ്ഥാനത്തിൽ ഓർഡർ ആക്കിക്കേ. എല്ലാവരും ചെയ്തു നോക്കിയോ? എങ്കിൽ ഈ നമ്പർ ഇട്ട ഓർഡറിൽ എല്ലാവരും ഒന്ന് ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ കറക്റ്റ് ഓർഡറിലാക്കിക്കേ. ഒന്നാമത്തേത് 4ാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ആഷ റജുലുൻ ഫിൽ ഉന്ദുലുസി. അദ്ദേഹം ഉന്ദുലുസിലാണ് ജീവിച്ചിരുന്നത്. ഇതുപോലെ നോക്കിയിട്ട് കംപ്ലീറ്റ് ആക്കിക്കേ. ഇനി നമുക്ക് ഇതുപോലെ കഥ വായിച്ച് അതിൽ നിന്ന് ജാർ മജ്റൂർ എന്താണെന്ന് തിരഞ്ഞെടുക്കാനാണ്. നഖ്റഉൻ നസ്സ, സ്റ്റോറി വായിച്ച് വനസ്തഖ്രിജുൽ ജാറ വൽ മജ്റൂർ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമോ ജാർ മജ്റൂർ എന്താണെന്ന്? ഏതൊക്കെയാണ് ഹർഫുൽ ജർ? ഹർഫുൽ ജർ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി അതിൻ്റെ തൊട്ടടുത്തുള്ള വാക്കും എഴുതിയെടുക്കാനാണ്. ഇത്രയും വേർഡ്സാണ് ഹുറൂഫുൽ ജറായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഈ വാക്കുകളെല്ലാം വന്നു കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്തുള്ള വാക്കിന് നമ്മൾ കെസറായിരിക്കും നൽകുക. ഇത്രയും എണ്ണമാണ് ഹർഫുൽ ജറായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ ടെക്സ്റ്റിൽ നിങ്ങൾ ഈ ഹർഫുൽ ജറുകൾ കണ്ടെത്തുക, അതിന് തൊട്ടടുത്തുള്ള വാക്കും കണ്ടെത്തി എഴുതുക. ഹർഫുൽ ജറിന് ശേഷം വരുന്ന വാക്കുകൾക്കെല്ലാം കെസറായിരിക്കും. നമ്മൾ നേരത്തെ നോക്കിയ ഉദാഹരണമില്ലേ, ഫിൽ ഉന്ദുലുസി, അവസാനം സീനിന് കെസറാണ് വന്നിട്ടുള്ളത്. ഇതുപോലെ ഹർഫുൽ ജറും തൊട്ടടുത്ത വാക്കിന് കെസറുമായിട്ട് വരുന്ന വാക്കുകൾ കണ്ടെത്തി എഴുതിക്കേ. ഇനി ഈ ഹർഫുൽ ജറിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. മിൻ, ഫ്രം, ഇല, ടു, അൻ, എബൌട്ട്, ഫി, ഇൻ, അല, ഓൺ. മിൻ എന്ന് വെച്ചാൽ എന്താണ്? മിൻ, ഫ്രം, അൻ, എബൌട്ട് അല്ലെങ്കിൽ അതിനെ പറ്റി, ഫി, ഇൽ എന്നുള്ള അർത്ഥത്തിൽ, ഫിൽ ഉന്ദുലുസി, ഉന്ദുലുസിൽ, ഫിൽ ഹഖീബത്തി, ബാഗിൽ, ഫി എന്ന് വെച്ചാൽ ഇൻ, അല എന്ന് വെച്ചാൽ ഓൺ, അല ത്വാവിലെത്തി, ഇല എന്ന് വെച്ചാൽ ടു ദ സ്കൂൾ, സ്കൂളിലേക്ക് എന്ന് നമ്മൾ പറയില്ലേ. അത്തരം ഹുറൂഫുൽ ജറുകളും വാക്കുകളും കണ്ടെത്തി എഴുതിക്കേ. എല്ലാവർക്കും മനസ്സിലായില്ലേ? എങ്കിൽ നിങ്ങൾ കണ്ടെത്തിയ വാക്കുകളെല്ലാം ഇതുപോലെ എഴുതി നോക്കിക്കേ.
എല്ലാവരും നോക്കിക്കേ. മിൻ, ഇല, ഫി, അല. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത വാക്കുകൾ തന്നെയല്ലേ ഇവിടെ വന്നിട്ടുള്ളത്. മിനൻ നൗമി, ഉറക്കത്തിൽ നിന്ന്. ഇലൽ അസ്വാത്തി, ശബ്ദത്തിലേക്ക്. ഫി തുയൂരി, പക്ഷികളിൽ. ഫി മദീനത്തി, പട്ടണത്തിൽ. ഫിൽ ജൗവി, അന്തരീക്ഷത്തിൽ. അലൽ അർളി, ഭൂമിയുടെ മേൽ. അലവീലി, വാലിന്മേൽ. ഫിൽ ഉന്ദുലുസി, പട്ടണത്തിൽ. മിനൽ ഉന്ദുലുസി, ഫ്രം ഉന്ദുലുസ്, ഉന്ദുലുസിൽ നിന്ന്. ഇലൽ ഉന്ദുലുസി, ഉന്ദുലുസിലേക്ക്. ഫി തുയൂരി, പക്ഷികളിൽ. ഫി മദീനത്തി, പട്ടണത്തിൽ. ഫി ജൗവി, ആകാശത്തിൽ. അലൽ അർളി. നമ്മൾ ഇത്രയും നേരം ആരെപ്പറ്റിയാണ് സംസാരിച്ചതെന്ന് നമുക്ക് നോക്കിയാലോ. ഹൽ തഅരിഫൂന മൻ ഹാദ റജുലു അല്ലദീ ത്വറ അവ്വല മറത്തിൻ ഫി താരീഖ്. ഹൽ തഅരിഫൂന, നിങ്ങൾക്കറിയാമോ? മൻ ഹാദ റജുൽ, ആരാണ് അദ്ദേഹം? അല്ലദീ ത്വറ അവ്വല മറത്തിൻ ഫി താരീഖ്, ചരിത്രത്തിൽ ആദ്യമായിട്ട് പറന്ന മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് നോക്കിയാലോ. എല്ലാവരും ഒന്ന് വായിച്ചേ. അബ്ബാസ് ഇബ്നു ഫിർനാസ്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? അബ്ബാസ് ഇബ്നു ഫിർനാസ്. ഇനി നമുക്ക് അദ്ദേഹത്തെ പറ്റി നോക്കിയാലോ. ഹുവ അബ്ബാസ് ഇബ്നു ഫിർനാസ് അത്തഅക്രീനി. വുലിദ ഫി ഖറിയത്തി റുന്ദത ബിൽ ഉന്ദുലുസ്. ഉന്ദുലുസിലെ റുന്ദ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ഏത് വർഷമാണ്? 810 അദ്ദേഹം ജനിക്കുന്നത്. വാലിദുഹു അൽ വർദാസ് താക്കിർനി. വർദാസ് താക്കിർനി എന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ഉപ്പ. ലുക്കിബ ബി ഹക്കീമിൽ ഉന്ദുലുസ്. ഇദ്ദേഹം അറിയപ്പെട്ടത് ഹക്കീമിൽ ഉന്ദുലുസ് എന്നാണ്. ലുക്കിബ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേര്, അദ്ദേഹം അറിയപ്പെട്ട പേര്. കാന ഷായിറൻ, അദ്ദേഹം ഒരു കവിയാണ്. വആലിമൻ, ഒരു പണ്ഡിതനുമാണ്. ഫിർ റിയാദിയാതി വൽ ഫലക്കി വൽ കീമിയായി വൽ ഹൻദസത്തി വത്വിബി. അദ്ദേഹം ഒരുപാട് മേഖലകളിൽ പ്രശസ്തനായ ആളാണ്. ഫിർ റിയാദിയാതി, മാത്സിൽ. വൽ ഫലക്കി, ആസ്ട്രോണമി. വൽ കീമിയായി, കെമിസ്ട്രി. വൽ ഹൻദസ, എൻജിനീയറിംഗ്. വത്വിബ്, മെഡിസിൻ. അദ്ദേഹം ഇത്രയും മേഖലയിൽ ഫേമസ് ആണ്. ഏത് വർഷമാണ് അദ്ദേഹം മരിക്കുന്നത്? 887 അദ്ദേഹം മരണപ്പെടുന്നത്. هو أول من اخترع القبة الفلكية وتمثل فيها النجوم والغيوم والبرق والرعد. ഇദ്ദേഹമാണ് ആദ്യമായിട്ട് കുബ്ബത്തുൽ ഫലക്കി, പ്ലാനറ്റേറിയം കണ്ടെത്തിയത്. വതമസ്സല ഫീഹ, അതിൽ പ്രദർശിപ്പിക്കുന്നു. അന്നുജൂം വൽഗുയൂമ വൽബറഖ വറഅദ, നക്ഷത്രങ്ങളെയും. വൽഗുയൂമ, മേഘങ്ങളെയും. വൽബറഖ, ഇടി. വറഅദ്, മിന്നൽ, ഇടിമിന്നലുകളെയും ഒക്കെ അദ്ദേഹം അതിൽ പ്രദർശിപ്പിച്ചു. اخترع آلة الفلكية لمعرفة الأوقات بالليل والنهار اسمها الميقات. സമയം മനസ്സിലാക്കുവാൻ വേണ്ടി അദ്ദേഹം ഒരു ജ്യോതിശാസ്ത്ര ഉപകരണം കണ്ടെത്തി. ആലത്തുൽ ഫലക്കിയ, ജ്യോതിശാസ്ത്ര ഉപകരണം. ലിമാരിഫത്തുൽ ഔഖാത്തി, സമയം മനസ്സിലാക്കാൻ വേണ്ടി. ലൈല വന്നഹാർ, രാത്രിയും പകലും തിരിച്ചറിയാൻ. അതിൻ്റെ പേരെന്താണ്? ഇസ്മഹ അൽ മീഖാത്ത, മീഖാത്ത എന്നാണ് അതിൻ്റെ പേര്. തശ്രീഫൻ ലിജുഹൂദിഹി വഖദ് സുമ്മിയത് ഫൂഹത്തുൻ ഖമരിയത്തുൻ ബിസ്മിഹി മിൻ വകാലത്തിൽ ഇത്തിഹാദിൽ ഫലക്കി അദ്ദുവലി. അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങൾ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ചന്ദ്രഗർത്തത്തിന് അദ്ദേഹത്തിൻ്റെ പേര് നൽകിയിട്ടുണ്ട്. ആരാണ് നൽകിയിട്ടുള്ളത്? ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ, IAU ആണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഒരു ചന്ദ്രഗർത്തത്തിന് നൽകിയിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഖുബല അൽ ഫലക്കിയ പ്ലാനറ്റേറിയം ഇതാണ്. ഫൗഹത്തുൽ ഖമരിയ, ചാന്ദ്രഗർത്തം നേരത്തെ പറഞ്ഞില്ലേ, അതിൻ്റെ ചിത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അബ്ബാസ് ഇബ്നു ഫാരിസിനെ പറ്റി നമ്മളിപ്പോൾ വായിച്ച് പഠിച്ചില്ലേ. ഇനി അദ്ദേഹത്തിൻ്റെ ബയോഡേറ്റ ഉണ്ടാക്കാനാണ്. അൽ ബയാനാത്തു ഷഖ്സിയ, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഡാറ്റ നമ്മളിവിടെ എഴുതി ചേർക്കേണ്ടതുണ്ട്. ഇസ്മുൽ കാമിൽ, ഫുൾ നെയിം. ഇസ്മുൽ വാലിദ്, ഉപ്പയുടെ പേര്. ആമുൽ മിലാദ്, ജനനവർഷം. മക്കാനുൽ മീലാദ്, ജനനസ്ഥലം. ലഖബ്, അദ്ദേഹത്തിൻ്റെ വിളിപ്പേര്, അറിയപ്പെടുന്ന പേര്. ആമുൽ വഫാത്ത്, മരിച്ച വർഷം. ഇഖ്തിറാഅത്ത്, അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ. ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ എഴുതി ചേർക്കേണ്ടതുണ്ട്. എല്ലാവരും ഒന്ന് അദ്ദേഹത്തിൻ്റെ ഡാറ്റ ഒന്നുകൂടി വായിച്ച് കണ്ടെത്തി എഴുതി നോക്കിക്കേ.
എഴുതിയ ആൻസർ ഇതുമായി പരിശോധിച്ച് നോക്കിക്കേ. ഇതുപോലെ തന്നെയാണോ നിങ്ങൾ എഴുതിയത്? എല്ലാവരും ഇതുപോലെ ശരി ഉത്തരം എഴുതിയെടുക്കേണ്ടതാണ്. എല്ലാവർക്കും ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ മനസ്സിലായില്ലേ? എല്ലാവരും നന്നായി പഠിക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എല്ലാവരും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ. അടുത്ത ഭാഗവുമായി നമുക്ക് ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്ക് ബൈ. ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.